ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ പാർട്ട് 6 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ JEE മെയിൻ എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. പാർട്ട് 5 വരെയുള്ള വീഡിയോ കണ്ട് കൃത്യമായി ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ക്ലിയർ ആക്കിയതിന് ശേഷം JEE മെയിൻ എക്സാമിലെ പ്രോബ്ലംസിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസിയായി ഈ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പാർട്ട് 5 വരെയുള്ള വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം JEE മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിയും +1 +2 ബേസിലുള്ള ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ബേസിക് ഐഡിയാസ് ക്ലിയർ ആവുകയും +1 ലെവലിലുള്ള അല്ലെ +2 ലെവലുള്ള ചോദ്യങ്ങൾ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ആയതിനു ശേഷം JEE മെയിൻ എക്സാമിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ ഈസിയായിരിക്കും നിങ്ങൾക്കതിലെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. JEE മെയിൻ എക്സാം 2017 വന്ന ഒരു ചോദ്യം നോക്കൂ. ഇഫ് 0 < x < 2π then the number of real values of x which satisfies the equation cos x plus cos 2x plus cos 3x plus cos 4x is equal to 0. Choices are given 7, 9, 3, 5. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഈ പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്യുക. കാരണം പ്രോബ്ലം നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്യുന്നതിന് മുന്നേ ബേസിക് ഐഡിയാസൊക്കെ ഒന്നുകൂടി ക്ലിയർ ആക്കി വെക്കണം. നേരത്തെ പറഞ്ഞ ആ ഒരു ബേസിക് ഐഡിയാസ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ആൻസർ തെറ്റാണെങ്കിൽ പോലും പിന്നീട് കറക്റ്റ് ആൻസർ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഈ പ്രോബ്ലം നമുക്ക് കൃത്യമായി ഈ പ്രോബ്ലംസിൻ്റെ റൂട്ട് നമുക്ക് കൃത്യമായി മനസ്സിലാവും. കാരണം നമ്മൾ പോയ റൂട്ടിലുണ്ടാവുന്ന പ്രയാസങ്ങൾ എന്താണെന്നും പിന്നീട് കറക്റ്റ് റൂട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒരു പ്രോബ്ലംസ് പിന്നീട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി ആ പ്രോബ്ലം വളരെ സ്പീഡിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. cos x plus cos 2x plus cos 3x plus cos 4x is equal to 0. ഇതിന് ഞാനൊന്ന് ചെറിയ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്നു. കോസ് 3x പ്ലസ് കോസ് എക്സിനെ ഫസ്റ്റ് ആയിട്ടും കോസ് 4x പ്ലസ് കോസ് 2xനെ സെക്കൻഡ് ആയിട്ടും മാറ്റി എഴുതുന്നു. കോസ് 3x എന്ന് പറഞ്ഞാൽ കോസ് 2x പ്ലസ് എക്സ് ആണ്. അതേ രീതിയിൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2x മൈനസ് എക്സ് ആയിട്ടും മാറ്റി എഴുതാം. ഇതേപോലെ 4xനെ 3x പ്ലസ് എക്സ് എന്നും 2xനെ 3x മൈനസ് എക്സ് എന്ന് മാറ്റി എഴുതുന്നു. ഈക്വൽ ടു 2 cos 2x cos x എന്നും cos 3x പ്ലസ് എക്സ് cos 3 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 2 cos 3x cos x എന്നും ലഭിക്കുന്നു. cos 2x പ്ലസ് cos 3xനെ നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. cos c പ്ലസ് cos d is equal to 2 cos c പ്ലസ് d by 2 cos c മൈനസ് d by 2 ആണ്. ഈ രീതിയിൽ cos 2x പ്ലസ് cos 3x is equal to 2 cos 5x by 2 cos x by 2 എന്ന് മാറ്റി എഴുതാം. ഇപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂസ് നോക്കൂ. 2 cos x ഇൻറ്റു ബ്രാക്കറ്റിൽ 2 cos 5x ഇൻറ്റു cos x by 2 ഈക്വൽ ടു 0. ഈ കേസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 3 കേസ് സംഭവിക്കണം. ഒന്നുകിൽ cos x is equal to 0 ആവണം, അല്ലെങ്കിൽ cos 5x by 2 is equal to 0 ആവണം, അല്ലെങ്കിൽ cos x by 2 is equal to 0 ആവണം. ഈ 0 ആവുന്ന ഈ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ cos xൻ്റെ ഒരു ഗ്രാഫ് നോക്കൂ നിങ്ങൾ. cos 0 ആവുന്ന സമയത്ത് വാല്യൂ 1 ആണ്. cos π by 2 ആവുന്ന വാല്യൂ 0 ആവും. വീണ്ടും π വരുമ്പം വാല്യൂ -1 ആവും. വീണ്ടും 3π by 2 വരുമ്പോൾ വാല്യൂ 0 ആവുന്നു. 2π വരുന്ന സമയത്ത് വാല്യൂ വീണ്ടും 1ലേക്ക് പോകുന്നു. ഈ രീതിയിലാണ് കോസിൻ്റെ ഗ്രാഫ് പോകുന്നത്. പിന്നീട് ഈ ഗ്രാഫ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് റേഞ്ച് 0 < x < 2π മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് പരിശോധിക്കാം. cos x is equal to 0 ആണെങ്കിൽ നമുക്ക് എക്സിന് 2 വാല്യൂസ് മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. കാരണം ഈ റേഞ്ചിൽ 0 to 2πൻ്റെ ഇടയ്ക്ക് π by 2ഉം 3π by 2 എടുക്കുന്ന സമയത്ത് നമുക്ക് cos x is equal to 0 ആവുന്നു.
അടുത്ത കേസിൽ നമ്മൾ പരിശോധിക്കുന്നത് കോസ് 5x/2 = 0 ആവുന്ന എക്സിൻ്റെ ഏതെല്ലാം വാല്യൂസ് ഉണ്ടെന്നാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഞ്ച് 0 < x 2π ആണ്. ഞാൻ ബോത്ത് സൈഡിൽ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് 0 <5/2 x 5/2 × 2π 0 5x/2 5π π/5 എന്ന് കൊടുക്കുമ്പോൾ 5ഉം 5ഉം ക്യാൻസലായി π/2 കിട്ടും, നമുക്ക് 0 വരും. അടുത്ത കേസിൽ 3π/5 കൊടുക്കുന്ന സമയത്തും 5ഉം 5ഉം ക്യാൻസലായി 3π/2 എന്ന് കളിക്കും. 3π/2 എക്സിൻ്റെ വാല്യൂ കോസ് 3π/2 0 ആണ്. അടുത്ത കേസ് 5π/5 7π/5 9π/5 വരെ കൊടുക്കാം. പക്ഷേ 11π/5 കൊടുക്കാൻ പറ്റില്ല. കാരണം 11π/5 കൊടുക്കുന്ന സമയത്ത് ഇവിടെ 5π കൂടുതലാവും. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 5 വാല്യൂസ് നമുക്കിവിടെ എക്സിന് സെക്കൻഡ് കേസിൽ കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 5π/5 = π തന്നെയാണ്. അവിടെ എക്സിന് വാല്യൂ π ആണ് കൊടുക്കുന്നത്. അടുത്ത കേസ് കോസ് x/2 = 0 ആണ്. എക്സിന് π കൊടുക്കുന്ന സമയത്ത് വാല്യൂ 0 ആവും. ഈ വാല്യൂ മുന്നേ കൊടുത്തതുകൊണ്ട് ഈ വാല്യൂ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 സൊല്യൂഷനാണ് ഇതിന് ലഭിക്കുന്നത്. ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം കാണുമ്പോൾ ഇതൊരു വലിയ ടഫ് പ്രോബ്ലം ആണെന്ന് കരുതരുത്. +1 ലെവലുള്ള മാത്സിൻ്റെ ബേസിക് ഐഡിയാസ് കൃത്യമായി മനസ്സിലാക്കിയ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം JEE മെയിൻ എക്സാമിൽ പ്രോബ്ലംസ് ഒരിക്കലും പ്രയാസമാവില്ല. അല്ലാണ്ട് JEE മെയിൻ എക്സാം എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ പ്രോബ്ലം ഒന്നും വരുന്നില്ല. പ്രോബ്ലം +1 ബേസ് തന്നെയാണ്. പക്ഷെ ആ ബേസിലുള്ള 1 2 ജോയിനിങ്സ് ആണ് ശരിക്കും JEE മെയിൻ എക്സാമിന് വരുന്നത്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയി തന്നെ ഓരോ പ്രോബ്ലത്തെയും നിങ്ങൾ സമീപിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ഇഫ് A, B and C are the side of a triangle ABC opposite to the angle A, B and C respectively, then C sin A minus B divided by A square minus B square minus B sin C minus A divided by C square by A square is equal to 4 ചോയ്സ് തന്നിട്ടുണ്ട്. 1 2 -1 0. JEE മെയിൻ 2019 ചോദിച്ച ഒരു ചോദ്യമാണിത്. ലോ ഓഫ് സൈൻ ആൻഡ് ലോ ഓഫ് കൊസൈനും ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണിത്. ലോ ഓഫ് സൈൻ ഈസ് ഈക്വൽ ടു A by sin A ഈസ് ഈക്വൽ ടു B by sin B ഈസ് ഈക്വൽ ടു C by sin C ഈസ് ഈക്വൽ ടു 2R എന്നും, ലോ കൊസൈന് A² ഈസ് ഈക്വൽ ടു B² + C² - 2BC cos A എന്നുള്ള ഈ രണ്ട് ലോ ഓഫ് കൊസൈനും ലോ ഓഫ് സൈനും പാർട്ട് 5 വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് ലോ ഓഫ് കൊസൈനും ലോ ഓഫ് സൈനും ക്ലിയർ ആക്കിയതിന് ശേഷം ഈ പ്രോബ്ലം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഇവിടെ നമ്മൾ സൈൻ എക്ക് പകരം നമ്മൾ A/2R എന്നെടുക്കുന്നു. കാരണം ലോ ഓഫ് സൈനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കോസ് ബീന് നമ്മൾ ലോ ഓഫ് കൊസൈനിൽ പറഞ്ഞിട്ടുണ്ട്. കോസ് ബിക്ക് പകരം A² + C² - B²/2AC എന്ന് എഴുതാം. മൈനസ് കോസ് എക്ക് പകരം നമ്മൾ B² + C² - A²/2BC എന്നും സൈൻ ബിക്ക് പകരം B/2R എന്നും ചെയ്യുന്നു. ഇതേ രീതിയിൽ ഇവിടെ സൈൻ സി കോസ് എ കോസ് സി സൈൻ എക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ ലഭിക്കും. ഇവിടെ നിന്ന് നമ്മൾ എയും എയും ക്യാൻസലായി, അതേമാതിരി സിയും ക്യാൻസലായി കഴിഞ്ഞാൽ 1/4R നമ്മൾ ബ്രാക്കറ്റിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് പിന്നെ ഉണ്ടാവുക A² + BC² - B². ഈ മൈനസ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് -B² - C² + A² ഡിവൈഡഡ് ബൈ A² + B². ഇവിടെയും നമ്മൾ 1/4R ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് B² + C² - A², ആ മൈനസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് -A² - B² + C² ഡിവൈഡഡ് ബൈ C² A². ഇവിടെ നമുക്ക് 2A മുകളിൽ നമുക്ക് 2A² -2B² നമ്മൾ 2 കോമൺ ആയി പുറത്തെടുത്ത് കഴിഞ്ഞാൽ A² B² A² - B² ഡിവൈഡഡ് ബൈ A² - B² ക്യാൻസൽ ചെയ്താക്കിയാൽ നമുക്ക് 2 ലഭിക്കുകയും ഇവിടെയും നമുക്ക് ഇതേ രീതിയിൽ
ബി സ്ക്വയറും മൈനസ് ബി സ്ക്വയറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ 2c² മൈനസ് 2a² ലഭിക്കും. അതിൽ നിന്ന് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ c² മൈനസ് a² ഈ ഡിവൈഡഡ് ബൈ c² മൈനസ് a² ഈസ് ഈക്വൽ ടു. അപ്പോൾ 1/4 നാം 1/4r ഇൻറ്റു 2 മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 0 ആണ് ഇതിൻ്റെ ആൻസർ. JEE മെയിൻ എക്സാമിന് വന്ന മറ്റൊരു ചോദ്യം നോക്കൂ. The number of solution of tan x plus secant x is equal to 2 cos x in the range 0 to closed bracket 0 to 2 pi. 0 include ആയിട്ടിന് 2 pi വരെ ഉള്ളത്. Is choices are given 2, 3, 0, 1. നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. tan x plus secant x is equal to 2 cos x ആണ്. tan എക്സിന് നമുക്ക് sin x ബൈ cos x എന്ന് എഴുതാം. secant x എന്ന് പറഞ്ഞാൽ 1 ബൈ cos x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ cos x ഡിനോമിനേറ്ററിലുള്ളത് cos x അപ്പുറം പോകുന്ന സമയത്ത് sin x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 cos square x എന്ന് ലഭിക്കും. cos square x എന്ന് പറഞ്ഞാൽ 1 മൈനസ് sin square x ആണ്. therefore sin x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 1 മൈനസ് sin square x. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് 2 sin square x പ്ലസ് sin x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ax² പ്ലസ് bx പ്ലസ് c എന്ന ഫോമിലുള്ള ഇക്വേഷനാക്കി മാറുന്ന സമയത്ത് നമ്മൾ ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 2x മൈനസ് 1 ഇൻറ്റു 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ എഴുതും. അപ്പോൾ sin x ഈസ് ഈക്വൽ ടു 1/2 എന്നും sin x ഈസ് ഈക്വൽ ടു -1 എന്നുള്ള വാല്യൂസ് നമ്മൾ ലഭിക്കും. ഈ വാല്യൂസിനനുസരിച്ചുള്ള സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. sin x ഈസ് ഈക്വൽ ടു 1/2. ഈ ഗ്രാഫ് നോക്കൂ. ഇവിടെ ഒരു യൂണിറ്റ് സർക്കിളാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസ് 1 ആണ്. 4 കോൺട്രൻ്റ് ഉണ്ട് ഇവിടെ. ഫസ്റ്റ് കോൺട്രൻ്റ്, സെക്കൻഡ് കോൺട്രൻ്റ്, തേർഡ് കോൺട്രൻ്റ്, ഫോർത്ത് കോൺട്രൻ്റ്. അപ്പോൾ ഇപ്പോൾ സൈൻ 30 ഡിഗ്രിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോർഡിനേറ്റ് കണ്ടല്ലോ നിങ്ങൾ. 30/√3/2 1/2. ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് കോസ് എക്സിൻ്റെ വാല്യൂവും സെക്കൻഡ് കാണിച്ചിരിക്കുന്നത് സൈൻ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പം സൈൻ 30 ഈസ് ഈക്വൽ ടു 1/2. ഇനി ഈ 4 കോൺട്രലിലും സൈൻ്റെ പോസിറ്റീവായിട്ടുള്ള ഈ 1/2 വരുന്ന കേസസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ റെക്റ്റാങ്കിളിൻ്റെ 4 ബാറ്റുള്ള 3 കോർഡിനേറ്റ്സിൽ ഈ 1/2 പോസിറ്റീവായി 1/2 വരുന്നത് ഒന്ന് ഇവിടെയാണ്. ഇവിടെ സൈൻ 150 ഡിഗ്രിയാണ് വരിക. പക്ഷേ അടുത്ത തേർഡ് കോൺട്രലിലും -1/2 ആണ്, ഫോർത്ത് കോൺട്രലിലും -1/2 ആണ്. ഇത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ രണ്ട് വാല്യൂ നമുക്കിവിടെ കിട്ടി, സൈൻ 30 ഡിഗ്രിയും സൈൻ 150 ഡിഗ്രിയും. കാരണം π - 30 ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി വരും. പിന്നെ സൈന് -1 വരുന്ന ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടല്ലോ, സൈൻ 270 ഡിഗ്രിയിലാണ് സൈൻ -1 വരുന്നത്. അപ്പോൾ എക്സിന് 3 വാല്യൂസാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ ആൻസർ ചോയ്സ് ബി ആയിരിക്കും. അപ്പം വരുന്ന വാല്യൂസ് 3 ആണ്. 0 to 2π ഇടയ്ക്ക് വരുന്ന വാല്യൂസ് 3 ആണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. ഇഫ് 0 ലെസ് ദാൻ x ലെസ് ദാൻ π ആൻഡ് cos x പ്ലസ് sin x ഈസ് ഈക്വൽ ടു 1/2, then tan x ഈസ് 4 ചോയ്സ് തന്നിട്ടുണ്ട്. 1 - √7/2, -4 + √7/3, ഫോർത്ത് ചോയ്സ് 1 + √7/4. നമുക്ക് cos x പ്ലസ് sin x ഈസ് ഈക്വൽ ടു 1/2നെ ഒന്ന് സ്ക്വയർ ചെയ്യാം. അത് സമയത്ത് നമുക്ക് cos x പ്ലസ് sin x ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2ൻ്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 1/4 എന്ന് ലഭിക്കും. a + b ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a² + b² പ്ലസ് 2ab ആണ്. അപ്പോൾ cos സ്ക്വയർ പ്ലസ് sin സ്ക്വയർ x ഈസ് ഈക്വൽ ടു 1 ലഭിച്ചു. അപ്പോൾ 2 × cos x sin x ഈസ് ഈക്വൽ ടു 1/4. sin 2x എന്ന് പറഞ്ഞാൽ 2 sin a cos b ആണ്. അപ്പോൾ 2 cos x sin x ഈസ് ഈക്വൽ ടു sin 2x ആണ്. +1 സമത്തിൻ്റെ അപ്പുറത്ത് പോകുന്ന സമയത്ത് 1/4 - 1 ഈസ് ഈക്വൽ ടു -3/4 എന്ന് ലഭിക്കും. അപ്പോൾ sin 2x ഈസ് ഈക്വൽ ടു -3/4. sin 2xനെ നമുക്ക് ടാൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ 2 tan x ഡിവൈഡഡ് ബൈ 1 + tan സ്ക്വയർ x എന്ന് എഴുതാം. അപ്പോൾ 2 tan x ഡിവൈഡഡ് ബൈ 1 + tan സ്ക്വയർ x ഈസ് ഈക്വൽ ടു -3/4.
ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടാൻ സ്ക്വയറിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും, ടാനിലുള്ള. അപ്പോൾ 3 tan square x plus 8 tan x plus 3 ഈസ് ഈക്വൽ ടു 0. ഇത് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന ഫോമിലാണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യുന്ന സമയത്ത് ഇവിടെ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 8 പ്ലസ് ഓർ മൈനസ് റൂട്ട് 8 സ്ക്വയർ 64 മൈനസ് 4ac 4 into 3 into 3 is equal to minus 36 divided by 2a is equal to 6. ഇത് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് -4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7/3 എന്ന് ലഭിക്കും. സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. മറ്റൊരു ചോദ്യം നോക്കൂ. ലെറ്റ് കോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 4/5 ആൻഡ് സൈൻ ആൽഫ മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 5/13. where 0 less than or equal to alpha and beta less than or equal to pi/4, then tan 2 alpha is equal to 4 ചോയ്സ് തന്നിട്ടുണ്ട്. 56/33, b is equal to 19/12 and c is equal to 20/7 and d is equal to 25/16. നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. കോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 4/5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 4/5 ആണെങ്കിൽ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 4ഉം ഹൈപ്പോട്ടന്യൂസ് 5 ആണെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലറായി വരുന്ന സൈഡ് 3 ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 3ഉം അഡ്ജസൻറ്റ് സൈഡ് 4 ആണ്. അപ്പോൾ ടാൻ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 3/4 ആയിരിക്കും. ഇതേ രീതിയിൽ സൈൻ ആൽഫ മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 5/13 ആണെങ്കിൽ ഒരു പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സ് നോക്കുന്ന സമയത്ത് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈസ് ഈക്വൽ ടു ആണ് 13 സ്ക്വയർ. അപ്പോൾ ടാൻ ആൽഫ മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു 5/12 ആയിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ടാൻ 2 ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ മൈനസ് ബീറ്റ ആണ്. പ്ലസ് ബീറ്റയും മൈനസ് ബീറ്റയും ക്യാൻസൽ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ടാൻ 2 ആൽഫ എന്ന് കിട്ടും. ടാൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ആണ്. ഈ രീതിയിൽ ഈ ടാൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ടാൻ ആൽഫ മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ആൽഫ പ്ലസ് ബീറ്റ ഇൻ ടാൻ ആൽഫ മൈനസ് ബീറ്റ, ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 56 ആണ് ഇതിൻ്റെ ആൻസർ.